ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കുചേരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വിവിധങ്ങളായ പ്രയാസങ്ങളോടും വേദനകളോടും സങ്കടങ്ങളോടും കൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങ് ചേർത്തിരുത്തി ഈ സമയത്തിനാണ് നന്ദി പറയുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തെ യേശുവിന്റെ രക്തത്തെ ഞങ്ങൾ ബന്ധിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ഇത് കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും അവരായിരിക്കുന്ന സ്ഥലത്തെ ഞങ്ങൾ കർത്താവിന്റെ ക്രൂശിൽ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തിരുവചനത്തിന് വേണ്ടി ഒരുക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ദൂത് നൽകണമേ. ഞങ്ങളുടെ പ്രയാസങ്ങൾക്കും വേദനകൾക്കും സങ്കടങ്ങൾക്കും ഒക്കെ പരിഹാരമാകുന്ന ദൈവശബ്ദത്തിലേക്ക് ഞങ്ങളെ വിധേയപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു നാഥൻ മുഖം കണ്ട് ആരാധിച്ചിടാം. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു നാഥൻ മുഖം കണ്ട് ആരാധിച്ചിടാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 7-ാം വാക്യം. എല്ലാവരും 7-8 വാക്യങ്ങൾ. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തർ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? മനുഷ്യരുടെ ഉള്ളിൽ വലിയ ഒരു അത്ഭുതകരമായ അനുഭവമായിട്ട് വന്ന നേരമാണ്. വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകൾ വിവിധ ഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ അവരുടെ ഭാഷയിൽ ശ്ലീഹന്മാർ സംസാരിക്കുന്നത് പോലെ അവർക്ക് തോന്നുന്നു. എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യം? പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോഴാണ്. പരിശുദ്ധാത്മാവ് ഭാഷാവരം കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശ്ലീഹന്മാർ സംസാരിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ദൈവം അവരോട് സംസാരിക്കുന്നതായിട്ട്, അവരുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്നതായിട്ട് അവർക്ക് അനുഭവയോഗ്യമായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ധ്യാന ചിന്ത, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്കറിയാവുന്ന നമ്മുടെ ഭാഷയിൽ ദൈവശബ്ദം കേൾക്കാൻ പറ്റിയോ? ചോദ്യം ചോദിക്കുക. നിങ്ങൾ ദൈവത്തെ കണ്ടോ? ദൈവത്തെ തിരിച്ചറിഞ്ഞോ? ദൈവത്തെ അനുഭവിച്ചോ? എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഈ ചോദ്യം ഒന്ന് തിരിച്ചു ചോദിക്കുക. നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയോ? മറ്റു പലരും പല കാര്യങ്ങളും പറയാറുണ്ട്. ദൈവത്തെ ഞങ്ങൾ ഇങ്ങനെ കണ്ടു, ഇങ്ങനെ കേട്ടു എന്നല്ല. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന സന്ദേശം, ദൈവം നിങ്ങളെ തൊടുന്നത് നിങ്ങളുടെ ഭാഷയിലാണ്. നിങ്ങൾക്ക് വിദ്യാഭ്യാസം ആവശ്യമില്ല. നിങ്ങൾക്ക് ഉന്നതമായ ജീവിത സംസ്കാരങ്ങളോ നിലവാരങ്ങളോ ആവശ്യമില്ല. നിങ്ങൾ ആരായിരിക്കുന്നുവോ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ദൈവം നിങ്ങളെ തൊടും. അപ്പോൾ ഒന്നുകൂടി ചിന്തിച്ചു നോക്കിക്കേ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു ആത്മീയ ജീവിതത്തിലേക്ക് ഇതുവരെ പ്രവേശിച്ചിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവം നിങ്ങളോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വന്ന് സ്പർശിക്കുവാൻ റെഡിയാണ്. ദാഹിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലം, പരിശുദ്ധാത്മാവിന്റെ അനുഭവം ഉണ്ടാകുമെന്ന് യേശു പഠിപ്പിച്ചു. നിങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ ദൈവത്തെക്കുറിച്ച് കേൾക്കാൻ, നിങ്ങളെക്കുറിച്ച് ദൈവം പറയുന്നത് കേൾപ്പാൻ ഇടവരും. ദൈവത്തിന് സ്തുതി, ഹല്ലേലൂയ. ആഗ്രഹിക്കുക. അപ്പൊ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു ചിന്തയും അനുഭവം ഉണ്ടായിട്ട് എന്താണ് പ്രയോജനം? ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഭവിക്കുന്ന പല പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ പിന്നില് ഒരുപാട് ദുഷ്ടശക്തികൾ വസിക്കുന്നുണ്ട്. ആ ദുഷ്ടശക്തികൾ നമ്മിൽ വസിക്കാൻ കാരണം നമ്മുടെ പാപമാണ്, നമ്മുടെ തെറ്റുകളാണ്, നമ്മുടെ കുറ്റങ്ങളാണ്.
എന്നാൽ ദൈവശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ആരാണെന്ന് മനസ്സിലാകും. അനുദപിക്കാൻ നമുക്ക് സാധ്യമാകും. നമ്മുടെ പാപം ഏറ്റുപറയാൻ നമുക്ക് കഴിയും. നമ്മളൊരു പുതിയ മനുഷ്യനായി തീരും. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം അനുഭവിക്കുന്നതായ പല പ്രയാസങ്ങൾക്കും അതൊരു ഉത്തരമാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ മക്കളായി അങ്ങനെ മാറും. ദൈവരാജ്യത്തിന്റെ മക്കളായി മാറും. ദൈവസ്നേഹത്തിന്റെ അംശികളായി മാറും. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയുള്ളതായി മാറും. നിങ്ങളൊരു പുതിയ സൃഷ്ടിയാകും. നിങ്ങൾക്ക് സ്വർഗീയ ദാനങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ജീവിതം സ്വർഗമായി മാറും. യേശു പറഞ്ഞ ലോകത്തുനിന്ന് കിട്ടാത്ത സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയാൻ തുടങ്ങും. ഹല്ലേലൂയ. ആത്മീയ ജീവിതം എല്ലാവർക്കും ആവശ്യമാണ്. ഇത് ആവശ്യമില്ല എന്നും ഇത്ര സുന്ദരമായ ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കരുത് എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ പേര് പിശാചെന്നാണ്. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ദൈവമക്കളെ, നിങ്ങളെ ദൈവം ഈ സ്നേഹത്തിലേക്ക്, ഈ സ്പിരിച്വൽ ലൈഫിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ദൈവത്തോട് ആഗ്രഹം പറയുക. നിങ്ങളുടെ പ്രയാസങ്ങളിലും വേദനകളിലും ദുഃഖങ്ങളിലും ഇത് വലിയൊരു ആശ്വാസമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഭൂമിയിലേക്ക് അയച്ച സകലവിധ അനുഗ്രഹം കൊണ്ടും ഈ പ്രിയപ്പെട്ടവർ ഇപ്പോൾ നിറയട്ടെ. ഇവരുടെ ജീവിതത്തിലുള്ള ദുരാത്മാക്കൾ, ദുഷ്ടതകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോകട്ടെ. കർത്താവിന്റെ ശബ്ദം കേൾപ്പാൻ, മാനസാന്തരപ്പെടുവാൻ, പുതിയ സൃഷ്ടിയാകുവാൻ ഇവരെ ദൈവം അഭിഷേകം ചെയ്യണമേ. അന്ധകാരം ഇവരിൽ നിന്ന് മാറിപ്പോകട്ടെ. പൈശാചിക ശക്തികൾ മാറിപ്പോകട്ടെ. മാനസാന്തരപ്പെട്ടൊരു പുതിയ മനുഷ്യനായി തീരുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന കേട്ട് എല്ലാവരും അനുഗ്രഹിച്ചതിനും ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക് ഉത്തരം തന്നതിനും ഞങ്ങൾ കോടാനുകൂടി നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. സ്നേഹമുള്ളവരെ, എല്ലാ ദിവസവും വൈകുന്നേരം 8 മണി മുതലുള്ള സമയം, 1 മണിക്കൂറോളം സമയം നമ്മൾ ഈ ദൈവശബ്ദം കേൾപ്പാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും ദൈവാനുഗ്രഹത്തിൽ മുന്നേറുവാനുമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ലോമോയുടെ ഈ യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും വൈകുന്നേരം ആ പ്രാർത്ഥനയുണ്ട്. നമുക്ക് ഒരുമിച്ച് പങ്കുചേരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാവരും ദൈവം വാഴ്ത്തട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും സ്വർഗീയമായിരിക്കുന്ന സഹവാസവും എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോൾ മുതൽ ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.